ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്ന വീഡിയോ നിങ്ങളുടെ ഭാഗ്യസമയം ഇവിടെ വരെയായി, എന്ത് ഭാഗ്യമാണ് നിങ്ങളെ തേടി ഉടനെ എത്തുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓർക്കുക, ഇതൊരു ജനറൽ വീഡിയോ ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സ്നേഹത്തിന്, സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. നോക്കാം, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എന്ത് ഭാഗ്യമാണ് നിങ്ങളെ തേടി ഉടനെ എത്തുന്നത്? ഇത് ഒറാക്കിൾ കാർഡ്സ് ആണ്. അത് കഴിഞ്ഞ് നമുക്ക് ടാരോ കാർഡ്സ് എടുക്കാം, പിന്നെ നമുക്ക് ഫോർച്യൂൺ കാർഡ്സ് കൂടി ഒന്ന് നോക്കാം. ചെറിയ വീഡിയോ. ഡോർ ടു വാല്യൂ ആണ് ആദ്യം തന്നെ നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. ഡോർ ടു വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? സാമ്പത്തികം നിങ്ങളുടെ പടിവാതിൽക്കൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. കണ്ടില്ലേ, 31 ആണ് നമ്പർ 4 ആണ്. നമ്പർ 4, 3+1 4 എന്ന് പറയുമ്പോൾ എന്താണ്? സ്റ്റെബിലിറ്റി. ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് നിങ്ങളെ തേടി ഉടൻ വരുന്നത് എന്നാണ് നമ്മളിവിടെ കാണുന്നത്, അല്ലെ? സാമ്പത്തികമല്ല എല്ലാവരും ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യം സാമ്പത്തികമാണ്. ഇനി സാമ്പത്തികം ഒരുപാടുള്ളവർക്ക് ചിലപ്പോൾ സ്നേഹം കിട്ടുന്നില്ലായിരിക്കും, അവരതിനു വേണ്ടിയും ആഗ്രഹിക്കുക, അല്ലെ? അപ്പോൾ ചിലർക്ക് ആരോഗ്യമാവാം. സാമ്പത്തികവും സ്നേഹവും ഒക്കെ ഒരുപാടുണ്ട്, പക്ഷെ എന്താണ്? ആരോഗ്യമില്ലായ്മ ഉണ്ടാവും. അതും ഏറ്റവും വലിയൊരു പ്രശ്നം തന്നെയാണ്. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് നമ്മുടെ ഇന്നത്തെ ഈ ഒരു റീഡിങ്ങിൽ നിങ്ങളെ തേടി ഉടൻ വരുന്ന ഭാഗ്യം എന്താണ് എന്ന് ചോദിച്ച് നമ്മൾ കാർഡ് എടുത്തതാണ്. അപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് ഡോർ ടു വാല്യൂ എന്നുള്ളതാണ്. അതായത് സാമ്പത്തികം നിങ്ങളുടെ പടിവാതിൽക്കൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പൊ നിങ്ങളിലേക്ക് ഇതൊക്കെ വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. അങ്ങനെ വന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി നിലനിർത്താൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു. ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ അടിസ്ഥാന ഭദ്രതയ്ക്കായിട്ടുള്ള ഒരു ഉപാധിയാണ് സാമ്പത്തികം. നിങ്ങളത് ആഗ്രഹിക്കുന്നുണ്ടാവും. ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് നിങ്ങൾ കരുതുന്ന എന്താണ്? ലോട്ടറി അടിക്കുന്നത്, അല്ലേ? ചിലപ്പോൾ പലരും അങ്ങനെയാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഭാഗ്യത്തിന് വേണ്ടി നിങ്ങൾ നോക്കിയിരിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഏതെങ്കിലും വിധത്തിൽ നിങ്ങളിലേക്ക് ഒരു ഭാഗ്യം കടാക്ഷിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ സമൃദ്ധിയുണ്ട്, സമ്പത്തിൻ്റെതായ ഒരു സമൃദ്ധിയാണ് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നത്. അന്യരാജ്യങ്ങളിൽ നിന്നാണെങ്കിൽ ആ ഒരു ധനമായിരിക്കാം. അത് അല്ല എങ്കിൽ നിങ്ങൾ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് അവിടെ ആ ഒരു സ്ഥലത്തേക്ക് നിങ്ങളെ ആകർഷിച്ച് സാമ്പത്തികം വരുന്നു എന്നുള്ളതാണ്. ഇനി ഒരു ജോലി ചെയ്യുന്നിടത്താണെങ്കിൽ തന്നെ നിങ്ങൾക്ക് സാമ്പത്തികം കൂടുതലായിട്ട് ലഭിക്കുന്ന എനർജിയാണ്. ഇനി അതുമല്ല, നിങ്ങൾ ആരോടെങ്കിലും ചോദിച്ചു വെച്ചിട്ടുണ്ടാവാം, ചിലപ്പോൾ ആരെങ്കിലും നിങ്ങളെ സഹായിക്കുന്നതാകാം. ഏതായാലും നിങ്ങളിലേക്ക് ഈ ഒരു സാമ്പത്തികത്തിന്റെ എനർജി അടുത്തു തന്നെ വരുന്നു എന്നുള്ളതാണ്, അടുത്തു തന്നെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അടുത്തെത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഭവയോഗ്യമാകുന്നു. അതാണ് നമ്മളിവിടെ കാണുന്നത്. കണ്ടില്ലേ, സാമ്പത്തികമാണ് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. സക്സസിന്റെ കീ ഉണ്ട് ഇവിടെ. അപ്പോൾ ഈ ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾക്ക് സക്സസ് തരുന്നതാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സക്സസ് തരുന്നതാണ് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡോറ് ഇവിടെ ഉണ്ട്, അത് കീ തന്നിട്ടുണ്ട്. കീ നിങ്ങൾക്ക് ലഭിക്കും. അത് തുറന്നിട്ട് നിങ്ങളുടെ സാമ്പത്തികം എത്രയാണോ എങ്ങനെയാണോ നിങ്ങളിലേക്ക് വരുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് ഉൾക്കൊള്ളാനാവും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ചിലപ്പോൾ പുതിയ ജോലിയിലേക്കുള്ള പ്രവേശനമാകാം, അല്ല? ചിലപ്പോൾ പുതിയ ജോലി കിട്ടിയിട്ട് നല്ലതുപോലെ സാമ്പത്തികമായിട്ട് നല്ലതുപോലെ മണി ഏൺ ചെയ്യാൻ സാധിക്കുന്ന ഒരവസരം നിങ്ങളിലേക്ക് വരുന്നുണ്ടാവും. പുതിയ ചില സാമ്പത്തിക സ്രോതസ്സുകൾ നിങ്ങളിലേക്ക് തുറന്നു കിട്ടുന്നുണ്ടാവണം. പല വഴികളിലൂടെയും സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നുണ്ടാവണം. ഇവിടെ എന്തായാലും എങ്ങനെയായാലും നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്ന എനർജിയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. മനസ്സിലായി? അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ വന്നിരിക്കുന്ന എനർജി ഇതാണ്. വളരെ നല്ല എനർജിയാണ്, വളരെ വളരെ സന്തോഷത്തിലേക്ക് പോകുന്ന എനർജിയാണ്. അടുത്തതായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് തേർഡ് ചക്രയാണ്. തേർഡ് ചക്ര ആർക്കേഞ്ചൽ ശാമുവേലാണ്. ആർക്കേഞ്ചൽ ശാമുവേൽ തേർഡ് ചക്ര എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ റൂട്ട് ചക്ര കഴിഞ്ഞിട്ട് സക്രൽ ചക്ര, അത് കഴിഞ്ഞിട്ട് സോളാർ പ്ലക്സസ് ചക്രയാണ്.
അപ്പോൾ ഈ ഒരു സോളാർ പ്ലക്സസ് ചക്രയുടെ ആക്ടിവേഷനാണ് നിങ്ങൾക്ക് ഇവിടെ വരാൻ പോകുന്നത്. സോളാർ പ്ലക്സസ് ചക്രയുടെ ആക്ടിവേഷൻ എത്രയാണ്? 3 + 7 10. 10 എന്ന് പറയുമ്പോൾ 1ന്റെ എനർജിയാണ്. ഒരു തുടക്കമാണ്. ഇവിടെ നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി വന്നെങ്കിൽ ഇവിടെ നിങ്ങൾക്കൊരു തുടക്കം വരുന്നുണ്ട്. എന്തിന്റെ തുടക്കമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണിപൂരക ചക്രയുടെ ആക്ടിവേഷൻ. അതായത് മണിപൂരക ചക്ര എന്ന് പറയുന്നത് സോളാർ പ്ലക്സസ് ചക്ര. അതായത് ഇവിടെ തേർഡ് ചക്രയായ ആർക്കേഞ്ചൽ ശാമുവേലിന്റെ അനുഗ്രഹമാണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. അത് തേർഡ് ചക്രയുടെ ആക്ടിവേഷനോട് കൂടി, അതായത് മണിപൂരക ചക്രയുടെ ആക്ടിവേഷനോട് കൂടി യെല്ലോ കളറായിട്ടുള്ള മണിപൂരക ചക്ര നിങ്ങൾക്കറിയാമല്ലോ. മണിപൂരക ചക്രയുടെ ആക്ടിവേഷൻ കൊണ്ട് എന്താണ്? ഐശ്വര്യവും സമൃദ്ധിയും നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അതായത് ഒരു സ്റ്റാർട്ടിംഗ് ആണ്. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ഒരു സ്റ്റാർട്ടിംഗ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഡിവൈൻ ബ്ലെസ്സിങ്ങോടുകൂടി. ഡിവൈൻ ബ്ലെസ്സിങ് ഇല്ലാതെ ഐശ്വര്യവും സമൃദ്ധിയും വരില്ലല്ലോ, അല്ലെ? ഇത് നിങ്ങൾക്ക് ഏത് വഴിയാണോ, നിങ്ങളിപ്പോൾ ഇതിനുവേണ്ടി പ്രയത്നിക്കുന്നുണ്ടാവണം, പ്രേ ചെയ്യുന്നുണ്ടാവണം, പല വിധത്തിലുമുള്ള കാര്യങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടാവണം, നിങ്ങളെ മാനസികമായിട്ട് ശാരീരികമായിട്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അതിനെ മറികടന്നിട്ട് ഒരു ഐശ്വര്യത്തിലേക്ക് പോകാൻ സാധിക്കുന്നു. നിങ്ങളുടെ ജീവിതം ഒരു വെളിച്ചത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതിനായിട്ട് നിങ്ങൾക്ക് ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ് ധാരാളമായി ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്, ആർക്കേഞ്ചൽമാരുടേത്. മനസ്സിലായി? അപ്പൊ നിങ്ങൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സോളാർ പ്ലക്സസ് ചക്രയെ, നല്ലതുപോലെ മഞ്ഞ കളറുള്ള ആ ഒരു ചക്രയെ മനസ്സിൽ ഓർത്തുകൊണ്ട് അവിടെ നിന്നൊരു മഞ്ഞ പ്രകാശം വരുന്നതായിട്ട് മനസ്സിൽ കണ്ടുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്താൽ വളരെ നല്ല പ്രയോജനം നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പൊ ഈ ഒരു മെഡിറ്റേഷനിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ഐശ്വര്യം വരുന്നു, സമൃദ്ധി വരുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ പറയാൻ പറ്റുന്നത്. ഇത് നിങ്ങൾക്ക് ജോലിക്കാര്യങ്ങളിലാവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലാവാം. മനസ്സിലായി? അല്ലെങ്കിൽ കുടുംബം ഒന്നിച്ചു ചേർന്നിട്ടുള്ള സന്തോഷത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാവാം, സന്തോഷത്തിൻ്റെതായ ഒരു സമൃദ്ധിയാവാം. ഇതുവരെ കുടുംബമൊക്കെ വേർപിരിഞ്ഞ് ഇരുന്നു, നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവണം ഒന്നിച്ചു ചേരണമെന്ന്. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ ഇവിടെ ഒന്നിച്ചു ചേർന്ന് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു. അവിടെ ഒരു സമൃദ്ധിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്നത് എന്നാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അതിൻ്റെതായ ഒരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു എന്നാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ആങ്സൈറ്റിയാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ആങ്സൈറ്റിയാണ്. 1 + 8 9. ഇവിടെ ജീവിതത്തിൽ ഇനി എന്ത് സംഭവിക്കും എന്നുള്ള ആകാംക്ഷ. ഇതുവരെ അനുഭവിച്ചു കഴിഞ്ഞു, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞു, അവിടെ നിന്നൊന്നും റിക്കവർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇനി എന്താണ് വരുന്നത്? നമ്മൾ എപ്പോഴും പലപ്പോഴും അങ്ങനെയാണ്, അല്ലെ? എന്തെങ്കിലുമൊക്കെ ദുരിതങ്ങൾ അല്ലെങ്കിൽ ദുരന്തങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ, ഒരുപാട് മാനസിക സംഘർഷങ്ങളിൽ ഏർപ്പെടുമ്പോൾ വിചാരിക്കുന്നത് എന്താണ്? ഇനി എന്താണ് അടുത്തത് എന്നെ തേടി വരുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് ഇവിടെ ആകാംക്ഷപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. പക്ഷെ ഈ ഒരു ആകാംക്ഷയുടെ സമയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കടന്നു പോകും. ഇത് കടന്നു പോവുക തന്നെയുമല്ല, ഇവിടെ നിന്ന് നിങ്ങൾക്കൊരു മാറ്റം വരികയും ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ. ഒരുപാട് നമ്മൾ ആകാംക്ഷ, ഭയം, ഇതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഇത് ഇല്യൂഷനിൽ പെട്ടിരിക്കുകയാണ്. നിങ്ങൾ ഇൻഡ്യൂഷനിലൂടെ വരാൻ ശ്രമിക്കണം, ഇൻഡ്യൂഷൻ അനുഭവിക്കണം. അതായത് എന്താണ് നിങ്ങളുടെ ഉൾവിളി എന്നുള്ളത് അറിഞ്ഞിരിക്കണം, അനുഭവിച്ചിരിക്കണം. അതിനായിട്ടാണ് ഇവിടെ മെഡിറ്റേഷൻ ചെയ്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഒരു സമയത്ത് ഇത് വെറും മായയിൽ കുടുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. മായ എന്ന് പറയുന്നത് എന്താണ്? യാഥാർത്ഥ്യമാണോ? അല്ല. ഇനി യാഥാർത്ഥ്യത്തിലേക്ക്, റിയാലിറ്റിയിലേക്ക് വരണമെങ്കിൽ എന്താണ്? ഇൻഡ്യൂഷൻ ഉണ്ടാവണം. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ ഇവിടെ വരണം എന്നാണ് പറയുന്നത്. അല്ലാതെ എല്ലായ്പ്പോഴും ദുഃഖിച്ച് ആകാംക്ഷപ്പെട്ടിരുന്നിട്ട് യാതൊരു കാര്യമില്ല. ഇനി എന്ത് വരും എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നിട്ട് സംഭവിക്കാൻ പോകുന്നത് എന്താണ്? അതേ അനുഭവങ്ങൾ തന്നെ ഒരു പാറ്റേണായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ആ നെഗറ്റീവ് എനർജിയിൽ തന്നെ നിങ്ങൾക്ക് ഇരിക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ചിന്താഗതിയാണ്, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ് അത്തരത്തിലുള്ള അനുഭവത്തെ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള അനുഭവങ്ങളിൽ തങ്ങിയിരിക്കാൻ പാടില്ല. മനസ്സിലായോ?
ഇവിടെ എന്മിയാണ്, മറ്റുള്ളവർ നമ്പർ 2 ആണ് വന്നിരിക്കുന്നത്. ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെ അസൂയപ്പെടുത്തുന്ന വിധം നിങ്ങൾക്ക് വളരാൻ സാധിക്കണം. നിങ്ങൾ മറ്റുള്ളവരുടെ അസൂയയ്ക്കും വിദ്വേഷത്തിനും പാത്രീഭവിക്കേണ്ട ആൾക്കാരല്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്വയം പ്രയത്നിക്കുന്നുണ്ട്, അതിലൂടെ നിങ്ങൾക്കൊരു വളർച്ചയിലേക്ക് വരാൻ കഴിയും. ആ വളർച്ചയെ തടയുന്നതായ ദൃഷ്ടിദോഷം നിങ്ങളിലേക്ക് വരാൻ നിങ്ങൾ അനുവദിക്കരുത്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ അനുവദിക്കാതെ നിങ്ങൾ ഏത് വിധത്തിലായാലും നിങ്ങൾ കോംപ്രമൈസ് ചെയ്ത് പോകാൻ നിങ്ങളെ കൊണ്ട് കഴിയണം. അത് ഡിവൈനുമായിട്ടായാലും നമ്മുടെ യൂണിവേഴ്സുമായിട്ടാണോ, എങ്ങനെയായാലും നിങ്ങൾക്ക് സ്നേഹമുള്ള വ്യക്തികളുമായിട്ടാണോ, അങ്ങനെയായാലും നിങ്ങൾക്ക് ഈ ഒരു നെഗറ്റീവ് എനർജിയിൽ നിന്ന് കുറച്ചൊക്കെ ഒന്ന് ആശ്വാസം കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ മുകളിലേക്ക് വരേണ്ടവരാണ്, ഉയർത്തപ്പെടേണ്ടവരാണ്, ഉയർച്ചയിലേക്ക് വരേണ്ടവരാണ്. അപ്പോൾ പിന്നെ ഒരു നെഗറ്റീവ് എനർജിയിൽ കുടുങ്ങിയിരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അങ്ങനെ കുടുങ്ങിയിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം തന്നെ അധപ്പതനത്തിലേക്ക് പോകും. അതുകൊണ്ട് അത് സൂക്ഷിക്കുക, ചുറ്റിനുമുള്ളവരെ ഒന്ന് സൂക്ഷിക്കുക. എപ്പോഴും ആരെങ്കിലുമായിട്ട്, വളരെയധികം വിശ്വാസമുള്ള ആരെങ്കിലുമായിട്ടൊന്ന് സഹകരിച്ചു പോകുന്നത് നന്നായിരിക്കും. അങ്ങനെ വരുമ്പോൾ കൂടുതലായിട്ട് നിങ്ങളിലേക്ക് ഈ ഒരു എനർജി ബാധിക്കാതെ നിങ്ങൾക്ക് കഴിയാൻ പറ്റും. വളരെയധികം സൂക്ഷിക്കുകയും വേണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ അതുപോലെ വിക്ടറിയാണ്. അങ്ങനെ നിങ്ങൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് വരാൻ പോകുന്നത്? വിക്ടറിയാണ്. വിക്ടറി എന്ന് പറയുമ്പോൾ 2 + 8 10 ആണ്. 10 എന്ന് പറയുമ്പോൾ ഇവിടെ 1ന്റെ എനർജി. ഇവിടെയോ സോളാർ പ്ലക്സസ് ചക്രയുടെ എനർജി എത്രയാണ്? 1. അപ്പൊ ഈ ഒരു ചക്രയുടെ എനർജി അല്ലെങ്കിൽ ഈ ഒരു വിക്ടറിയും വരുന്നത് എന്താണ്? ഒരു തുടക്കത്തിലേക്കാണ്. നിങ്ങൾക്കൊരു തുടക്കം വരുന്നുണ്ട്. ഇവിടെ 4 + 6 10. 10ന്റെ എനർജി ഇവിടെ തിങ്കിങ് മാൻ ആണ് വന്നിരിക്കുന്നത്. ബുദ്ധിപൂർവ്വം നിങ്ങൾ ചിന്തിക്കൂ. പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിപൂർവ്വം നിങ്ങൾ ചിന്തിക്കൂ, ചിന്തിച്ചുകൊണ്ട് പ്ലാൻ ചെയ്യൂ. അപ്പൊ നമുക്കിവിടെ 111 വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇത് തന്നെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. നിങ്ങളൊരു അനുഗ്രഹത്തിലേക്ക് പോകുന്നത്, നിങ്ങൾക്ക് ഭാഗ്യം വരുന്ന ഒരു സമയത്തിലേക്കാണ് ഇപ്പോൾ നിങ്ങൾ കടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് നിങ്ങൾക്ക് ഇതൊക്കെ നേടാൻ കഴിയുന്നത് എന്ന് പറയുന്നത്. മനസ്സിലായി? ഈ അനുഗ്രഹം നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരും എന്നുള്ളതാണ് നമുക്കിവിടെ പറയാൻ കഴിയുന്നത്. ഇവിടെ തിങ്കിങ് മാൻ ആണ്. അതുപോലെ നിങ്ങൾ വളരെയധികം ബുദ്ധിപൂർവ്വം ചിന്തിച്ചുകൊണ്ട് വേണം ആക്ഷൻ എടുക്കാൻ. ഏതൊരു കാര്യത്തിലേക്ക് പുറപ്പെടുമ്പോഴും, ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും നിങ്ങൾ വളരെയധികം ബുദ്ധിപൂർവ്വം ചിന്തിക്കേണ്ടത് അത്യാവശ്യ കാര്യമാണ്. ഏതൊരു കോഴ്സ് പഠിക്കുമ്പോഴും, ഏതൊരു ജോലിയിലേക്ക് പോകുമ്പോഴും, വീട്ടിൽ തന്നെ ആയാലും ഏതൊരു പ്രവൃത്തികളിൽ തുടക്കം കുറിക്കുമ്പോഴും നിങ്ങളത് ബുദ്ധിപൂർവ്വം ചിന്തിക്കണം, തീരുമാനിക്കണം എന്നാണ് പറയുന്നത്. ഇവിടെ എന്താണ്? ഇവിടെ 50 ചക്ര ആർക്കേഞ്ചൽ ഗബ്രിയേൽ. 50 ചക്ര എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ ത്രോട്ട് ചക്രയുടെ ആക്ടിവേഷൻ ആണ്. ഇളം നീല കളറുള്ള ത്രോട്ട് ചക്രയുടെ ആക്ടിവേഷൻ. ഇവിടെ ആശയവിനിമയം നടത്തൂ എന്നാണ് പറയുന്നത്. നല്ല രീതിയിൽ ഇവിടെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുക, എന്നിട്ടോ ആശയവിനിമയം നടത്തുക, നല്ലതുപോലെ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുക. പറയേണ്ട കാര്യങ്ങൾ, ഇനി കോടതി വഴി കേസുകൾ ഉണ്ടാവും, പറയേണ്ട കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പറയാതെ അവിടെ ഒരു സക്സസ് ലഭിക്കില്ല. ഇവിടെ ഒരു സക്സസ് നിങ്ങളെ തേടിയിരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റമാണ് വരാൻ പോകുന്നത്. കണ്ടില്ലേ? അപ്പൊ അതിൻ്റെതായ ഒരു തുടക്കമാണ്, ഒരു തുടക്കം വരുന്നുണ്ട്. നിങ്ങളുടെ ഏറ്റവും വലിയൊരു വിജയത്തിന്റെ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു. അതൊരു ഭാഗ്യത്തിന്റെ രൂപത്തിലാണ് വരുന്നത്. അത് നിങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ സമയമായിരിക്കുന്നു എന്നുള്ളതാണ്. അത് നിങ്ങളെ തേടി വരുന്നുണ്ട്, അതിനുള്ള സമയമായിരിക്കുന്നു എന്നാണ് നമ്മൾ ഇവിടെയും കാണുന്നത്. ഏത് കാര്യത്തിലാണോ മറ്റുള്ളവരെ അസൂയപ്പെടുത്തുന്ന വിധം ഒരു വിക്ടറി നിങ്ങളിലേക്ക് വരാൻ പോകുന്ന, ഒരു വിജയം, ഒരു സക്സസ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നമുക്ക് ടാരോ കാർഡ്സ് കൂടി ഒന്ന് നോക്കാവേ. എന്താണ്, എന്ത് സക്സസ് ആണ്, എന്ത് വിക്ടറിയാണ്, എന്തിനൊക്കെയാണ് നിങ്ങൾക്ക് എനർജി വരുന്നത്, എന്ത് എനർജിയാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്? ഇവിടെ 7 ഓഫ് കപ്സിന്റെ എനർജി കണ്ടില്ലേ? ഇവിടെ 7 ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഇതിലും വലിയൊരു ഭാഗ്യം ഇല്ല നിങ്ങൾക്ക്. എന്ത് വേണോ ചൂസ് ചെയ്യാൻ, അത്രമാത്രം നല്ല ഒരു സമയമാണ് നിങ്ങളിലേക്ക് വരുന്നത്. നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉള്ളപ്പോഴാണ് ഏറ്റവും നല്ല കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് അടുത്ത് വരുന്നത്. ചോയ്സസ് ഉണ്ടാവുന്നത്, ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ വരുന്നത്, സെലക്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നത്. ഇതുവരെയും വിവാഹം ഒന്നും നടക്കാതെ നോക്കിയിരിക്കുന്നവർക്ക് 3-4 പ്രപ്പോസലുകളൊക്കെ ഒന്നിച്ചു വരുന്നതാണ്.
അതിൻ്റെതായ ബ്ലോക്കേജ് ഒക്കെ മാറി വരുന്നുണ്ടാവും നിങ്ങൾക്ക്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അവസരങ്ങൾ വരുന്നത്. അപ്പോൾ ഇതൊരു ദൈവാനുഗ്രഹം തന്നെയാണെന്നാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ ഭാഗ്യസമയം അടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് എന്താണോ സെലക്ട് ചെയ്യാൻ സ്നേഹം, പ്രണയമാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നതെന്ന് കാണുന്നുണ്ട്. അതുപോലെ ഇവിടെ എന്താണ്, സാമ്പത്തികമുണ്ട്, ജോലിയുണ്ട്, പഠിക്കാനുള്ള കോഴ്സുകളുണ്ട്, എന്തു വേണോ, അനുഗ്രഹങ്ങളുണ്ട്, ദൈവാനുഗ്രഹങ്ങൾ വരുന്നുണ്ട്. ഇങ്ങനെ എന്താണോ നിങ്ങൾക്ക് വേണ്ടത് ഇവിടെ നിങ്ങൾക്കത് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രമാത്രം ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് വരുന്നത് പോലെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇവിടെ പേജ് ഓഫ് വാൺസിന്റെ എനർജിയാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എന്തൊക്കെയോ തുടക്കം ഇട്ടിട്ട് നിങ്ങൾ ആകാംക്ഷയോടുകൂടി ഇത് നോക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ചില തുടക്കങ്ങളുടേതായ പ്രയോജനത്തിന് അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ലാഭം എന്താണ്, അതിൻ്റെതായ ഒരു സക്സസ് എന്താണ് എന്ന് എല്ലായ്പ്പോഴും നോക്കിയിരിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾക്ക് വേണ്ടി നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക, അവരെ കുറിച്ച് എല്ലായ്പ്പോഴും ചിന്തിക്കുന്നുണ്ടാവാം. ആ വ്യക്തികൾ നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയുള്ള ആഗ്രഹമാണ് ഇവിടെ കൂടുതലായിട്ടും. അത് ഒരു പാഷനേറ്റ് ആണത്. അതിലൂടെ നിങ്ങൾ ഇവിടെ വളരെയധികം ആകാംക്ഷയോടുകൂടി വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ എന്താണ് ആകാംക്ഷയോടുകൂടി വെയിറ്റ് ചെയ്യുന്നത്? എന്ത് കാര്യമാണ്? വ്യക്തികളാണോ, സാഹചര്യമാണോ, എന്താണ് നിങ്ങളിവിടെ ആകാംക്ഷയോടുകൂടി വെയിറ്റ് ചെയ്യുന്നത്? നോക്കാം. ഹൈ പ്രീസ്റ്റസ് എനർജിയാണ്. കണ്ടല്ലേ, ഇവിടെ ഭാഗ്യം തേടുകയാണ്. ഇവിടെ ഭാഗ്യം തേടുന്ന അവസ്ഥയാണ്. ഇൻഡ്യൂഷൻ വർദ്ധിച്ചു വരുന്നുണ്ട്. ഇൻഡ്യൂഷൻ വർദ്ധിച്ചു വരുമ്പോഴല്ലേ ഇവിടെ ടാരോ കാർഡ്സിന്റെ റീഡിംഗ് ആണ് നടത്തുന്നത്. അപ്പൊ ഉൾവെളിച്ചത്തിലൂടെ, ഉള്ളിൽ വെളിച്ചമുണ്ട്, ആ വെളിച്ചത്തിലൂടെയാണ് ഇത് റീഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് അതുപോലെ ദൈവാനുഗ്രഹം ഉണ്ടാകുന്നു. ഉൾവെളിച്ചത്തിലൂടെ നിങ്ങൾക്ക് പലതും മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാകുന്ന ഇൻഡ്യൂഷൻ നിങ്ങൾക്ക് വർദ്ധിച്ചു വരുന്നു, അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് കൂടി വരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട എന്ന് അറിയാനുള്ള ആ ഒരു കഴിവ് നിങ്ങൾക്ക് ലഭിക്കുന്നു. ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. കണ്ടില്ലേ, എല്ലാവരോടും സഹകരിക്കേണ്ട, ആവശ്യമില്ലാത്തവരോടൊന്നും സഹകരിക്കാൻ പോകുന്നില്ല. അത്യാവശ്യമുള്ളവരോട് മാത്രം സഹകരിക്കുക. ഒരു വ്യക്തിയെ കാണുമ്പോൾ തന്നെ, അവരുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ അത് എങ്ങനെയുള്ളതാണ്, പോസിറ്റീവ് എനർജിയാണോ നെഗറ്റീവ് എനർജിയാണോ അവരിൽ നിന്നുണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള സമയമായിട്ടുണ്ട്, അത് എത്രയും പെട്ടെന്ന് നിങ്ങൾക്കത് ലഭിക്കാറായി എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കാര്യം അതിനായിട്ട് നിങ്ങൾ ചിലപ്പോൾ ശ്രമിക്കുന്നുണ്ടാവണം. അതാണ് ഇവിടെ കാണുന്നത്. ഇൻഡ്യൂഷൻ കൊണ്ടാണല്ലോ ടാരോ കാർഡ്സ് ഒക്കെ നമുക്ക് വായിക്കാൻ പറ്റുന്നത്, അല്ലേ? എന്ന് പറഞ്ഞതുപോലെ നമ്മൾ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെയും അതുകൊണ്ട് നമ്മളുടെ അറിവ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റില്ല, പകരാൻ പറ്റില്ല. ഇൻഡ്യൂഷൻ കൂടെ ഉണ്ടാവണം. അതിനായിട്ട് മെഡിറ്റേഷൻ ചെയ്ത് ആ ഒരു ഉൾവെളിച്ചം വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ ആ ഒരു ഉൾവെളിച്ചം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഉള്ളിലെ വെളിച്ചം കൊണ്ട് പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു ഈ ഒരു സമയത്ത് എന്നുള്ളതാണ് കാണുന്നത്. സ്ട്രെങ്ത് ആണ് വന്നിരിക്കുന്നത്. വളരെ നല്ല എനർജിയാണ്. ഏത് കാര്യത്തെയും, നിസ്സാരമായ ഏതൊരു കാര്യത്തെയും, നിസ്സാരമെന്നല്ല, നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളെ പുറകോട്ടടിക്കുന്ന ചില പ്രതിസന്ധികളും പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വരും. അതിനെ നിങ്ങൾക്ക് ബുദ്ധിപൂർവം അല്ലെങ്കിൽ നിങ്ങളുടെ പവർ കൊണ്ട്, ഇന്നർ സ്ട്രെങ്ത് കൊണ്ട് മറികടക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ സാധിച്ചിട്ട് ഏറ്റവും വലിയ ഒന്നിനെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. മനസ്സിലായി? ഒരുപാട് കാര്യങ്ങളെ മറികടന്നിട്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നത് ഏറ്റവും വലിയ ഒരു വിജയമാണ്. അത്തരത്തിലുള്ള ഒരു സ്ട്രെങ്തിലേക്ക് നിങ്ങൾക്ക് ഇവിടെ നീങ്ങാൻ സാധിക്കും എന്നുള്ളതാണ്. 8 ആണ് നമ്പർ. ഇവിടെ അബണ്ടൻസിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുമെന്നാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ അബണ്ടൻസിന്റെ എനർജിയാണ് കൂടുതലായിട്ടും വന്നിരിക്കുന്നത്. നൈറ്റ് ഓഫ് സോഡിന്റെ എനർജി കണ്ടില്ല, എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് ബുദ്ധിപൂർവ്വം നിങ്ങൾ ചിന്തിച്ചിരുന്ന, അല്ലെങ്കിൽ നിങ്ങൾ തീരുമാനമെടുത്തിരിക്കുന്ന ചില കാര്യങ്ങളിലൊക്കെയും നിങ്ങൾക്കൊരു തുടക്കത്തിന് സമയമായിരിക്കുന്നു. നിങ്ങളിലേക്ക് ആരോ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് അത് സാധ്യമാക്കാൻ വരുന്നുണ്ട്. എന്തോ ഒരു വ്യക്തിയാവാം, അല്ലെങ്കിൽ ഒരു സാഹചര്യമാവാം. ഈ ഒരു സാഹചര്യം നിങ്ങൾക്ക് ഇപ്പോൾ നടത്തേണ്ടതായിട്ടുള്ള സാഹചര്യം നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നടന്നു കിട്ടുമെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്.
ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ഹെർമിറ്റ് ആണ്. കണ്ടല്ലേ, ഇവിടെ എന്താണ്, ഇവിടെയും പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയിലൂടെ തന്നെയും പല കാര്യങ്ങളും നേടിയെടുക്കാനുള്ള ശ്രമമാണ്. മറ്റ് അനാവശ്യകരമായ ചിന്തകളെ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അനാവശ്യകരമായ ചിന്തകളെ ഉപേക്ഷിച്ചിട്ട് തീർച്ചയായിട്ടും നല്ലൊരു ലൈഫിലേക്ക് വരാനായിട്ട് ഇവിടെ ശ്രമിക്കുന്നു. ആത്മീയമായ പാതയിലേക്ക് പോകാനുള്ള ശ്രമമാണ്. സ്പിരിച്വാലിറ്റിയുമായിട്ട് കണക്ട് ആവാൻ വേണ്ടി ഇവിടെ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ അങ്ങനെ സ്പിരിച്വാലിറ്റിയുമായിട്ട് കണക്ട് ആവുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ജഡ്ജ്മെന്റ് ലഭിക്കുന്നു. കണ്ടില്ലേ, ഇതുവരെ അനുഭവിച്ചിരുന്ന ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ഒക്കെ നിങ്ങൾക്കൊരു മോചനം ലഭിക്കാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിന്റെ തന്നെ അടുത്ത അധ്യായത്തിലേക്ക് കടക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ആ അടുത്ത അധ്യായം എന്ന് പറയുന്നത് എന്താണ്, വളരെ മനോഹരമാണ്. അത് വളരെ മനോഹരവും ഭംഗിയുള്ളതുമായ ഒരു അധ്യായത്തിലേക്കാണ് നിങ്ങൾ അടുത്തതായിട്ട് കടക്കാൻ പോകുന്നത്. വളരെയധികം പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതുപോലെ വളരെ ദൈവാനുഗ്രഹമുള്ളതായിരിക്കും ഈ ഒരു നീതി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ദൈവിക പക്ഷത്തു നിന്ന്, ദൈവപക്ഷത്തു നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്ന നീതി വളരെയധികം സക്സസിലേക്ക് പോകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ അതുപോലെ തന്നെ വിക്ടറിയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. നമുക്ക് ഒരു ഫോർച്യൂൺ കാർഡ്സ് കൂടെ എടുക്കാവേ. എന്ത് ഭാഗ്യമാണ്, എന്താണ് നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. ലില്ലി, ഓൾഡർമാൻ, വൗൾ. ബോട്ടം വന്നിരിക്കുന്നത് 5 കാർഡ്സ് എടുത്തിട്ടുണ്ട്. ബോട്ടം വന്നിരിക്കുന്നത് എ വിഷ് ഈസ് ഗ്രാൻറ്റഡ്. കണ്ടില്ലേ, ഒരു ആഗ്രഹം നിങ്ങളുടെ ഇപ്പൊ സാധ്യമാകാൻ പോകുന്നു. നല്ലൊരു ആഗ്രഹം, നിങ്ങളിപ്പോൾ എന്താഗ്രഹമാണോ ഉള്ളിൽ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത്, സാധ്യമാകാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടു നടക്കുന്നത്, എനിക്കിപ്പോൾ അത് വേണം എന്ന് പറഞ്ഞു കൊണ്ടു നടക്കുന്ന ആ ഒരു ആഗ്രഹം ഉണ്ടല്ലോ, അതിപ്പോൾ സാധ്യമാകാൻ പോകുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ നമ്മൾ വന്നിരിക്കുന്ന കാർഡ്സ് എന്താണ്, എക്സൈറ്റ്മെന്റ്, ആകാംക്ഷയോടുകൂടി നിങ്ങൾ ഇവിടെ കാത്തിരിക്കും പല കാര്യത്തിനും, അല്ലെ, അത് സത്യമാകും. അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന, ഒരു ആഗ്രഹത്തിന് വേണ്ടി കാത്തിരിക്കുന്നു, അത് സാധ്യമാക്കും എന്നുള്ളതാണ് നമ്മളിവിടെ കണ്ടത്. ഇവിടെയോ സൈക്കിക് എബിലിറ്റിയാണ്, ട്രസ്റ്റ് യുവർ ഇൻഡ്യൂഷൻ. നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇൻഡ്യൂഷനെ നിങ്ങൾ വിശ്വസിക്കൂ, അതിൽ വിശ്വാസം അർപ്പിക്കൂ. ഇവിടെ നമുക്ക് വന്നിരിക്കുന്നതും അങ്ങനെയൊക്കെ തന്നെയാണ്, അല്ലെ. ഇൻഡ്യൂഷൻ നിങ്ങളിൽ പലർക്കും വർദ്ധിച്ചു വരുന്ന എനർജി. അപ്പൊ അതിനെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ ആ ഒരു ഉൾവെളിച്ചം, അതാണ് ദൈവിക പ്രകാശം എന്ന് പറയുന്നത്. അതിനെ നിങ്ങൾ വിശ്വസിക്കുക. അതിലൂടെ നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും, മുന്നോട്ട് കടക്കാനും സാധിക്കും. നിങ്ങൾ അതിനെ ട്രസ്റ്റ് ചെയ്യൂ എന്നാണ് പറയുന്നത്. ഇവിടെ 2 ഫേസ്ഡ് ഫ്രണ്ട് എല്ലായ്പ്പോഴും ഉള്ളതാണല്ലോ നമ്മളോടൊപ്പം, അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം. നമ്മളോട് എല്ലാവരുടെയും കൂടെ ഒരു 2 മുഖമുള്ള ഒരു ഫ്രണ്ട് ഉണ്ടാവും, അല്ലേ. നമ്മളെ നോക്കി ചിരിക്കുകയും പിന്നെ മാറി ഇരുന്നിട്ട് എന്താണ് വിദ്വേഷം കാണിക്കുകയും ചെയ്യുന്നവരുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവരെ വളരെയധികം സൂക്ഷിക്കുക. ഇവിടെ ഓൾഡർമാൻ, ഡീലിങ്സ് ഓർ റിലേഷൻഷിപ്പ് വിത്ത് ആൻ ഓൾഡർമാൻ, ഒരു പ്രായമുള്ള വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉടമ്പടിക്ക് സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിന് സാധ്യതയുണ്ട് എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ പ്ലെന്റി ഓഫ് മെറ്റീരിയൽ തിങ്സ്, ഒരുപാട് മെറ്റീരിയൽ തിങ്സ്, ഭൗതികമായ സാധനങ്ങൾ, അത് മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു, അതിനുള്ള ഭാഗ്യം നിങ്ങൾക്കുണ്ടാവുന്നു എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. സ്പിരിച്വൽ ലവ് ആണ് ലില്ലി, കണ്ടില്ലേ. വളരെയധികം പരിശുദ്ധമായ ഒരു പുഷ്പമാണ് ലില്ലി എന്ന് പറയുന്നത്. അപ്പൊ ഇത് വളരെ നൈർമല്യമായ ഇതളുകളോട് കൂടിയ ഒരു പുഷ്പം. അപ്പൊ ഇതെന്താണ് കൊണ്ടുവരുന്നത്, സ്പിരിച്വൽ ലവ് ആണ്. സ്പിരിച്വൽ ലവ് എന്ന് പറയുന്നത് എന്താണ്, ആത്മീയപരമായ ആ ഒരു ഡിവൈൻ ലവ് ആണ്. അപ്പോൾ ഒരു ഡിവൈൻ ലവ് നിങ്ങളിലേക്ക് വരാനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വിചാരിക്കല്ലേ, ഹൈപ്പ് ചെയ്യാൻ മടിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.